Good afternoon, dear students. Welcome back to chemistry class. ഇപ്പം നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പീരിയോഡിക് ടേബിളിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഡിസ്കസ് ചെയ്തു. പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്, എത്ര പീരിയഡ്സ് ഉണ്ട്, ആ ഗ്രൂപ്പ്സിൻ്റെയൊക്കെ നെയിം എന്തൊക്കെയാണ്, കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. So today we are going to discuss about periodic trends in the periodic table. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ്സും അതുപോലെ പീരീഡ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സീ സം ട്രെൻഡ്സ്. പീരിയോഡിക് ടേബിളിൽ ചില ട്രെൻഡ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പീരിയോഡിക് ട്രെൻഡ്സ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് സൈസ് ഓഫ് ആൻ ആറ്റം. ആറ്റത്തിൻ്റെ സൈസ് പീരിയോഡിക് ടേബിൾ ഒരു ഗ്രൂപ്പ് എടുത്താൽ എങ്ങനെയാണ്, അതുപോലെ ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ സൈസിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രെൻഡ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ ബോർ സ്ട്രക്ചർ, ബോർ മോഡലാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആരൊക്കെയാണ്? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം. അപ്പോൾ അതിൻ്റെയൊക്കെ ബോർ മോഡലാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സൈസ് എന്താണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സൈസിനേക്കാൾ കൂടുതലാണ് ലിഥിയത്തിൻ്റെ സൈസ് അല്ലേ. ലിഥിയത്തിനേക്കാൾ ബിഗ്ഗറാണ് സോഡിയം, അതിനേക്കാൾ വലുതാണ് പൊട്ടാസ്യം, അതിനേക്കാൾ വലുതാണ് റുബീഡിയം. അപ്പോൾ ഇതൊന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഗ്രൂപ്പിൽ നിന്ന് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകുന്തോറും ടോപ്പ് ടു ബോട്ടം സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ് അല്ലേ. ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ഹൈഡ്രജന് എത്ര ഷെല്ലാണുള്ളത്? ഒരു ഷെല്ലേ ഉള്ളൂ അല്ലേ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലും അതുപോലെ ഫസ്റ്റ് പീരീഡിലും വരുന്ന ഒരു എലമെൻ്റാണ്. ഫസ്റ്റ് പീരീഡിലാണ് ഹൈഡ്രജൻ. സോ ഹൈഡ്രജന് എത്ര ഷെല്ലേ ഉണ്ടാവുള്ളൂ? 1 ഷെല്ലേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പീരീഡ് നമ്പറും ഷെല്ലിൻ്റെ നമ്പറും സെയിം ആയിരിക്കുമെന്ന്. അപ്പോൾ ലിഥിയം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലും അതുപോലെ സെക്കൻഡ് പീരീഡിലും വരുന്നൊരു എലമെൻ്റാണ് അല്ലേ. ലിഥിയത്തിന് 2 ഷെൽസ് ആണുള്ളത്, 2 ഷെൽസ് ഉണ്ട്. ദെൻ സോഡിയം തേർഡ് എലമെൻ്റ് ആണ്, ഫസ്റ്റ് ഗ്രൂപ്പിലും തേർഡ് പീരീഡിലും, അതിന് 3 ഷെൽസ് ഉണ്ട്. അതുപോലെ പൊട്ടാസ്യത്തിന് 4 ഷെൽസ് ഉണ്ട്, റുബീഡിയത്തിന് 5 ഷെൽസ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഷെൽസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും എന്ത് ഇൻക്രീസ് ചെയ്യും? സൈസ് ഓഫ് ദ ആറ്റം ഓൾസോ ഇൻക്രീസസ് അല്ലേ. ഷെല്ലിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിൻ്റെ സൈസും കൂടി വരും. അപ്പോൾ ഇതിൽ ഒരു ഗ്രൂപ്പിൽ നിന്നും ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി. As we move from top to bottom of a group in the periodic table, the size of the atom increases as there is an increase in the number of shells. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നത് കാരണം ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഗ്രൂപ്പിലാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു പീരീഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ സൈസിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്താണ് ഉണ്ടാവുക നോക്കിയാലോ. അപ്പോൾ സൈസ് ഓഫ് ദ ആറ്റം ഇൻ എ പീരീഡ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് പീരീഡിൽ ഹൈഡ്രജനും ഹീലിയവും മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഷോർട്ടസ്റ്റ് പീരീഡാണ് അല്ലേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പീരീഡിന് എടുക്കാം. സെക്കൻഡ് പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എലമെൻറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അപ്പം ഈ സെക്കൻഡ് പീരീഡിലെ എലമെൻറ്റ്സിൻ്റെ ബോർ മോഡൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ഒരു പീരീഡിൽ ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. ലിഥിയം ആണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞ് ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അങ്ങനെ വരുന്നതിനനുസരിച്ച് സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. ഏറ്റവും ചെറുതാരാണ്? ഫ്ലൂറിനാണ്. അപ്പോൾ ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ വരുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യാൻ കാരണം? നിങ്ങൾ നോക്കൂ,
ഇവരുടെ എല്ലാവരുടെയും ബോർ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എത്ര ഷെൽസ് ആണുള്ളത്? 2 ഷെൽസ് ആണ്. അത് ഓൾറെഡി നമുക്കറിയാം, കാരണം ഇതെല്ലാം സെക്കൻഡ് പീരീഡിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ പീരീഡ് നമ്പർ 2 ആണ്. അപ്പോൾ അവർക്കെല്ലാം എത്ര ഷെല്ലുണ്ടാവും? 2 ഷെൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ലിഥിയം മുതൽ ഫ്ലൂറിൻ വരെയുള്ള എല്ലാ എലമെൻസിനും 2 ഷെൽസ് ആണുള്ളത്. അപ്പോൾ സെയിം നമ്പർ ഓഫ് ഷെൽസ് ആയിട്ടും ഇവരുടെ സൈസ് എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യാൻ കാരണം? അതെന്തുകൊണ്ടാണ്? ഇവിടെ ഷെല്ലിൻ്റെ നമ്പർ ഈക്വൽ ആണെങ്കിലും നമുക്കറിയാം ഇവിടെ ലിഥിയത്തിൽ നിന്ന് ഫ്ലൂറിനിലേക്ക് വരുന്തോറും അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്, ബെറിലിയത്തിൻ്റെത് 4 ആണ്, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9. അങ്ങനെ ലിഥിയം ടു ഫ്ലൂറിൻ വരുന്നതിനനുസരിച്ച് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺസിൻ്റെ നമ്പർ ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ പ്രോട്ടോൺ എവിടെയാണുള്ളത്? നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. ന്യൂട്രോണിന് ഓൾറെഡി ചാർജ് ഇല്ല എന്ന് നമുക്കറിയാം അല്ലേ? ന്യൂട്രോണിന് ചാർജ് ഇല്ല. പക്ഷേ പ്രോട്ടോണിന് എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിനുള്ളിലെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യില്ലേ? നമ്മുടെ ലിഥിയം എടുക്കുകയാണെങ്കിൽ ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3, അതായത് 3 പ്രോട്ടോൺസ്. അപ്പോൾ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് 3+ ആണ്. ബെറിലിയത്തിൻ്റെത് 4+ ആയി ചാർജ്. ബോറോണിലേക്ക് വരുമ്പോൾ 5+, കാർബണിൻ്റെ 6+, നൈട്രജൻ 7+, ഓക്സിജൻ്റെത് 8+, ഫ്ലൂറിൻ്റെത് 9+. അപ്പം ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ വരുമ്പോൾ ന്യൂക്ലിയസിനുള്ളിലെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് കണ്ടു. അതായത് ന്യൂക്ലിയസിനുള്ള പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ, എല്ലാ ഷെല്ലിലുമുള്ള ഇലക്ട്രോൺസിനെ അത് അട്രാക്റ്റ് ചെയ്യും. എല്ലാ ഇലക്ട്രോൺസിലും അട്രാക്റ്റീവ് ഫോഴ്സ് വരും. അപ്പം ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. കാരണം കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് വരുമ്പോൾ ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെല്ലാം അതിനടുത്തേക്ക് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് വെക്കും. കാരണം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പം പോസിറ്റീവ് ചാർജുള്ളത് എപ്പോഴും നെഗറ്റീവ് ചാർജിനെ അട്രാക്റ്റ് ചെയ്യും അല്ലേ? അപ്പം ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇൻക്രീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ വളരെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യും. എല്ലാ ഇലക്ട്രോൺസിനെയും അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ എല്ലാം അട്രാക്റ്റ് ചെയ്യുന്ന കാരണം ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു പീരിയഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ മേലുള്ള ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നു. ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്, സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസസ്. ഗ്രൂപ്പിൽ എന്താ ചെയ്തിരുന്നത്? സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത് ടോപ്പ് ടു ബോട്ടം. പക്ഷേ പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസസ്. മനസ്സിലായോ? അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലായല്ലോ? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നില്ല, ഷെല്ലിൻ്റെ എണ്ണം സെയിം ആണ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുമ്പം കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നു, അത് കാരണം സൈസ് കുറയുന്നു. ഇൻ എ പീരീഡ് നമ്പർ ഓഫ് ഷെൽസ് ഈസ് സെയിം. As the atomic number increases, positive charge in the nucleus increases. Positively charged nucleus attract electrons. Therefore, on moving from left to right in a period, the nuclear charge increases. The force of attraction on the outermost electron increases, and consequently the size of an atom decreases. മനസ്സിലായല്ലോ? ഇപ്പോൾ ടോപ്പ് ടു ഗ്രൂപ്പിൽ എങ്ങനെയാണ്, പീരീഡിൽ എങ്ങനെയാണ് ആറ്റോമിക് സൈസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വൺ, അയണൈസേഷൻ എനർജി. എന്താണ് അയണൈസേഷൻ എനർജി? അയണൈസേഷൻ എനർജി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? അയോണിക് ബോണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ?
അപ്പോൾ നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോഡിയം ക്ലോറൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റത്തിൻ്റെയും ബോർ മോഡലാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോഡിയം ആറ്റം അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 1 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയും ക്ലോറിൻ ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ സോഡിയം ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് സോഡിയം ക്ലോറൈഡ് എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ദെൻ വിച്ച് ആറ്റം ലോസസ് ഇലക്ട്രോൺ? ഏതാണ്? സോഡിയം ആറ്റം അല്ലേ. വിച്ച് ആറ്റം ഗെയിൻ ഇലക്ട്രോൺ? ക്ലോറിൻ ആണ് ഗെയിൻ ചെയ്യുന്നത്. അപ്പം ഈ ആറ്റംസ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ ഡൊണേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ആ ആറ്റംസ് അയോൺസ് ആയിട്ട് മാറും. ചാർജ് കിട്ടും അല്ലേ. ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവർക്ക് ചാർജ് കിട്ടും. ചാർജ്ഡ് ആറ്റംസിനെയാണ് നമ്മൾ അയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സോഡിയം ആറ്റം എന്ത് ചെയ്യുന്നു? Na+ അയോൺ ആയിട്ട് മാറുന്നു. ക്ലോറിൻ Cl- അയോൺ ആയിട്ട് മാറുന്നു. ഇങ്ങനെ സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിബറേറ്റ് ചെയ്യണമെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ സാധ്യമല്ല. ഈ നമ്മുടെ സോഡിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിനെയൊക്കെ ന്യൂക്ലിയസ് അട്രാക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ ഒരു അട്രാക്ഷൻ ന്യൂക്ലിയസിൻ്റെ പിടുത്തത്തിൽ നിന്ന് ഇതിനെ ഒന്ന് നമുക്ക് വിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എനർജി അതിന് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് എനർജി ആവശ്യമായിട്ടുണ്ട്. കുറച്ച് എനർജി നമ്മൾ പ്രയോഗിച്ചാൽ മാത്രമേ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ നമുക്ക് ലിബറേറ്റ് ചെയ്യിക്കാൻ ആവുകയുള്ളൂ. The energy needed to liberate electrons from the atom is called ionization energy. ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യിക്കാൻ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എനർജിയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ അങ്ങോട്ട് ചെന്നാൽ ഇലക്ട്രോൺ അങ്ങോട്ട് വിട്ട് കിട്ടുമൊന്നുമില്ല. കുറച്ച് എനർജി കൊടുത്താൽ മാത്രമേ ഇലക്ട്രോണെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഇലക്ട്രോണിനെ വിട്ട് ലിബറേറ്റ് ചെയ്താൽ മാത്രമല്ലേ ക്ലോറിനെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദ എനർജി നീഡഡ് ടു ലിബറേറ്റ് ഇലക്ട്രോൺസ് ഫ്രം ദ ആറ്റം ഈസ് കോൾഡ് അയണൈസേഷൻ എനർജി. ഇനി അയണൈസേഷൻ എനർജീൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം ഓഫ് ആൻ എലമെൻറ്റ് ഈസ് കോൾഡ് അയണൈസേഷൻ എനർജി. അല്ല പറയാൻ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ എന്ന് പറയാൻ കാരണം ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ ഏറ്റവും കുറവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ. ന്യൂക്ലിയസ് വളരെ കുറവായിട്ട് അട്രാക്റ്റ് ചെയ്യുക, അതുകൊണ്ടാണ് ലൂസ്ലി ബൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇലക്ട്രോണിനെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നും ലിബറേറ്റ് ചെയ്യിക്കാൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട അതായത് സോഡിയം എന്നൊരു ആറ്റം ഒന്നിനായിട്ടും ഇലക്ട്രോണെ കൊടുത്തിട്ടോ സ്വീകരിക്കുകയോ ചെയ്യാതെ നിൽക്കുന്ന ഒരു ആറ്റം, അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യിക്കാൻ വേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അയണൈസേഷൻ എനർജി എന്താണെന്ന് മനസ്സിലായി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിലും പീരിയഡിലൊക്കെ അയണൈസേഷൻ എനർജി എങ്ങനെയാണ് വരിക? അയണൈസേഷൻ എനർജീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് അയണൈസേഷൻ എനർജീനെ എഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണുള്ളത്. ഒന്ന് ന്യൂക്ലിയർ ചാർജ്, രണ്ടാമത്തത് സൈസ് ഓഫ് ആൻ ആറ്റം. നമുക്കറിയാം ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസിനെ കുറച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് പിടിക്കും ന്യൂക്ലിയസ് അല്ലേ. അപ്പോൾ അതിനെ വിട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ സൈസ് ഓഫ് ആൻ ആറ്റത്തിൻ്റെ സൈസ് കൂടി വരികയാണെങ്കിൽ, വളരെ കൂടുതലാണെങ്കിൽ ഇലക്ട്രോണിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനും ന്യൂക്ലിയസിന് ഉള്ള അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ലിബറേറ്റ് ചെയ്യിക്കാൻ സാധിക്കും. പക്ഷേ ആറ്റത്തിൻ്റെ സൈസ് കുറവാണ് എന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ കൂടുതലും ആയിരിക്കും. അത് കാരണം നമുക്ക് പെട്ടെന്നൊന്നും ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യിക്കാൻ സാധ്യമാവില്ല. അപ്പോൾ അയണൈസേഷൻ എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ് ന്യൂക്ലിയർ ചാർജും സൈസ് ഓഫ് ആൻ ആറ്റവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പീരിയഡിലും ഗ്രൂപ്പിലും നോക്കുകയാണെങ്കിൽ
അല്ലെങ്കിൽ സൈസ് കൂടുമ്പം ആസ് ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ് ദ അട്രാക്ഷൻ ഓഫ് ദ ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഡിക്രീസസ്. ഒരു ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കുറയുന്നു. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ലിബറേറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ, ദാറ്റ് ഈസ് അയണൈസേഷൻ എനർജി ഡിക്രീസസ്. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യും. ആസ് ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ് അയണൈസേഷൻ എനർജി ഡിക്രീസസ്. കാരണം എന്താ, ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കുറയുന്നു. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഈസി ടു ലിബറേറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ, ദാറ്റ് ഈസ് അയണൈസേഷൻ എനർജി ഡിക്രീസസ്. ഇനി ഒരു പീരിയഡിൽ നോക്കുകയാണെങ്കിൽ ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ആൻഡ് സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ്ഡ്. ന്യൂക്ലിയർ ചാർജ് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു, സൈസ് ഓഫ് ദ ആറ്റം ആണെങ്കിൽ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഹെൻസ് മോർ എനർജി ഈസ് റിക്വയർഡ് ടു ലിബറേറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. അങ്ങനെ വരുമ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യിക്കാൻ കൂടുതൽ എനർജി എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ട് വരുന്നു. ഹെൻസ് ഇൻ എ പീരീഡ് അയണൈസേഷൻ എനർജി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ പോകുമ്പം അയണൈസേഷൻ എനർജി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു പീരിയഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടോപ്പ് ടു ബോട്ടം ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വലിയ സൈസായിട്ട് മാറുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. കാരണം കുറേ ദൂരെയല്ലേ, അപ്പോൾ അത്ര അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യിക്കാൻ നമുക്ക് വളരെ കുറച്ച് എനർജി കൊടുത്താൽ മതി. അതായത് അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്നു, പീരിയഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എനർജി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് പീരിയോഡിക് ട്രെൻഡ്സിനെ കുറിച്ചാണ്, അറ്റോമിക് സൈസും അതുപോലെ അയണൈസേഷൻ എനർജിയും. അറ്റോമിക് സൈസ് ഗ്രൂപ്പിൽ ഇൻ എ ഗ്രൂപ്പ് ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം atomic size increases because number of shells increases. Then in a period as we move from left to right the atomic size decreases. എന്തുകൊണ്ടാണ് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നത്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പം ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഇലക്ട്രോൺസിൻ്റെ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് സൈസ് ഡിക്രീസ് ചെയ്യുന്നു. ഇനി അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നുള്ള ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി. അപ്പം അതിന് അയണൈസേഷൻ എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ന്യൂക്ലിയർ ചാർജും സൈസ് ഓഫ് ദ ആറ്റുമാണ്. അപ്പോൾ പീരിയഡിൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, സൈസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അത് കാരണം അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഗ്രൂപ്പിലാണെങ്കിൽ സൈസ് കൂടി വരുന്നത് കാരണം അയണൈസേഷൻ എനർജി എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം അടുത്ത ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീരും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.